സഹൃദയ സ്വയം സഹായ സംഘം രണ്ടാം വാർഷിക ആഘോഷം സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർമാൻ സി മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്തു. ഈ സംഘത്തിന്റെ പരിപാടിയിൽ പാറപ്പുറത്ത് കാലത്തിന്റെ കടമുമ്പിൽ വെച്ചുകൊണ്ട് നടത്തി പരിപാടിയിൽ ഞാൻ പങ്കെടുത്തി. ഇവിടെ ആമുഖ പ്രഭാഷണത്തിൽ സുധാൻ സൂചിപ്പിച്ചത് വളരെ കുറഞ്ഞ ആളുകളുമായി തുടങ്ങി ഇന്ന് 35ഓളം ആളുകൾ ഉണ്ട് എന്ന് പറഞ്ഞു. നമുക്കറിയാം, നമ്മുടെയൊക്കെ നാട്ടിൽ പല സംഘങ്ങളും പല ക്ലബ്ബുകളും പല റെസിഡൻസ് അസോസിയേഷനും ഒക്കെ നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്നു. പല കൂട്ടായ്മകളുമുണ്ട്. ഇതൊക്കെ ലക്ഷ്യം വെക്കുന്നത് നമ്മുടെ സമൂഹത്തിൻ്റെ നന്മയും നമ്മുടെ സമൂഹത്തിൽ കാരുണ്യ പ്രവർത്തനങ്ങളും അല്ലെങ്കിൽ സന്തോഷകരമായ ഒരു ജീവിതം മനുഷ്യന് സമ്മാനിക്കാനുള്ള ഒരു കാഴ്ചപ്പാടോടുകൂടിയാണ് എന്നുള്ളതാണ് സത്യം. നമ്മുടെയൊക്കെ തിരക്കിനിടയിലും നമ്മുടെ ബിസിനസ് നടക്കണം, കച്ചവടം നടക്കണം, നമ്മുടെ കുടുംബം നോക്കണം. അതോടൊപ്പം തന്നെ നമ്മുടെ പ്രദേശത്ത് ഈ സംഘത്തിൻ്റെ പ്രവർത്തന പരിധി എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഒരു വാർഡ് മാത്രമാണ്, 2 വാർഡുകളാണ്. ഈ 2 വാർഡിലുള്ള എനിക്ക് ഒരുപാട് നിർദ്ദേശങ്ങൾ തരേണ്ട ആവശ്യമില്ല. കാരണം സുധാകരനെ പോലുള്ള ആളുകൾ നിങ്ങളൊക്കെ ഈ കാണുന്ന മുഖങ്ങളൊക്കെ പല രീതിയിലുള്ള പ്രവർത്തനങ്ങളിൽ ജനങ്ങളുടെ കൂടെ നിന്ന് പ്രവർത്തിക്കുന്ന ആളുകളാണ്. ഇവിടെ കൃത്യമായിക്കൊണ്ട് ഇതിലേക്ക് മുഴുവൻ ഈ 2 വാർഡിലുള്ള യുവാക്കളെയും അതുപോലെ തന്നെ പ്രായമായ ആളുകളെയും ഉദ്യോഗസ്ഥരെയും ഒക്കെ ഇതിൻ്റെ പ്രവർത്തനത്തിൻ്റെ രീതി പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് ഇതിൽ കൂട്ടായ്മയിൽ ചേർക്കുകയും ഒപ്പം ഒരു കൃത്യമായിക്കൊണ്ട് കണക്ക് നിങ്ങളുടെ കൈവശമുണ്ടാകും. അതായത് ഈ പ്രദേശത്തുള്ള കുടുംബങ്ങളുടെ സ്ഥിതി എന്താണ്, എത്ര രോഗികളുണ്ട്, എത്ര കുട്ടികൾ ഹയർ സ്റ്റഡീസിന് പഠിക്കുന്നു, എത്ര ആളുകൾക്ക് ജോലിയുണ്ട്, എന്താണ് അവരുടെ വരുമാനമാർഗം, അവരുടെ കുടുംബത്തിൻ്റെ സ്ഥിതി എന്താണ്. ഇങ്ങനെ ഒരു സർവേ, ഒരു സ്റ്റാറ്റിക്സ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൃത്യമായിക്കൊണ്ട് സഹായിക്കേണ്ടവരെ സഹായിക്കാനും അതുപോലെ തന്നെ പഠനത്തിന് ആവശ്യമായ കാര്യങ്ങൾ, ചിലപ്പോൾ കുട്ടിക്ക് പഠിക്കാൻ പോകാൻ തന്നെ ഒരു ബാങ്ക് ലോണ്, നമ്മുടെ ഒരു ഫോണ് മതി അത് ലഭിക്കാൻ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട് ആ കുടുംബത്തിലേക്ക് ഒരു ആശ്വാസമായിക്കൊണ്ട് അത് നിങ്ങൾക്ക് എത്താൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇവിടെ വലിയ രീതിയിലുള്ള ആളുകളൊക്കെ ഒരുപാട് പ്രയാസങ്ങളുണ്ട്. പല ആളുകളും അഭിമാനം മൂലം ചിലപ്പോൾ നല്ല വീടുണ്ടാവും, ഒന്നാമത് ഗൾഫിലായിരിക്കും, അവിടെ പോയി അധ്വാനിച്ച് കിട്ടിയത് കൊണ്ട് നല്ലൊരു വീട് വെച്ചിട്ടുണ്ടാവും, പിന്നെ പണി പോയിട്ടുണ്ടാവും. അവനെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു നേരത്തെ ഭക്ഷണത്തിന് അല്ലെങ്കിൽ കടം വാങ്ങാൻ പോലും വഴിയായിരുന്നു. അന്ന് അത്രയും അവനെ പുറത്തു നോക്കുമ്പോൾ NSS കരയോഗ മന്ദിരത്തിൽ വെച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്. പ്രസിഡന്റ് ആർ ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. വാർഡംഗം വത്സലകുമാരി, KR കൃഷ്ണദാസ്, V സുധാകരൻ, തണ്ണി V തോമസ്, രതീഷ്, M നാരായണൻകുട്ടി, R രാമകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു.